ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഈ വാർത്ത ഇന്ന് വന്നതാണ്, 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ വാർത്ത എത്ര ആൾക്കാർ ശ്രദ്ധിച്ചു? ഇതെന്താണെന്ന് വെച്ചാൽ, കണ്ണൂരിൽ ബോംബ് സ്ഫോടനം, എന്താ പറയുക, വീട്ടിൽ മൃതദേഹം അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കണ നിലയിലെന്നാണ്. കണ്ണൂർ അറിയാലോ, മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ബോംബ് നിർമ്മാണ ഫാക്ടറി ഉള്ള സ്ഥലമാണ് കണ്ണൂർ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇത് അന്വേഷിക്കേണ്ടത് കേരള പോലീസല്ല, ഇത് അന്വേഷിക്കേണ്ടത് NIA ആണ്. കാരണം ബോംബ് ഉണ്ടാക്കുക, രാജ്യത്ത് അനധികൃതമായിട്ട് ബോംബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ക്രൈമാണ്. അത് അറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളോളം, കാലങ്ങളായിട്ട് അവരത് ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് ഒരുപാട് ബോംബ് കണ്ടെടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ബോംബ് പൊട്ടി മരിച്ചിട്ടുണ്ട്, ബോംബ് നിർമ്മാണത്തിനുണ്ട് മരിച്ച ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനൊരു പാർട്ടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ ആവശ്യമുണ്ടോ? വെറും ഒരു രാജ്യദ്രോഹം, ഈ ബോംബ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. ഈ ബോംബൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അടുത്ത ഇലക്ഷന് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഒരിക്കലും ഒരു രാജ്യത്തിന് നല്ല കാര്യമല്ല. കാരണം ഇത് ഇൻറ്റേർണൽ ടെററിസം എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ പെടുന്ന ഒരു എന്താ പറയുക പ്രശ്നമാണ്. ഇൻസൈഡ് കൺട്രിയിലൊക്കെ അനധികൃതമായിട്ട് ബോംബ് ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഫാക്ടറി, ഒരു ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഫാക്ടറി ഒരു ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഒരു യുദ്ധം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കണം. പക്ഷേ ഈ എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോംബ് ഉണ്ടാക്കുന്നത് എന്തിനാ? കണ്ണൂർ അവർക്ക് ബോംബ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓരോരു എന്താ പറയുക, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഒന്നുമില്ല, ഒരു പാർട്ടിയല്ലേ. അവർക്ക് ബോംബ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ എത്ര കേസുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. എത്ര ദിവസം എന്ന് പറഞ്ഞ പോലെയാണ് കണ്ണൂരിൽ ഓരോ ബോംബ് പൊട്ടുന്നത്. എന്നിട്ടും NIA ഇത് അന്വേഷിക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. ഇത് അന്വേഷിച്ച് ഇതിന് പുറമെ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ അതിന് ഫണ്ടിങ് ചെയ്ത ആൾക്കാരൊക്കെ കണ്ടുപിടിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അതൊന്നും കണ്ടുപിടിക്കാതെ എന്താ പറയുക, അവിടെ ബോംബ് ഉണ്ടാക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരാണെന്നുണ്ടെങ്കിലും. അറിയാലോ, ഇതിപ്പോൾ CJP ആണ്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയല്ല. അപ്പം എനിക്ക് പറയാനുള്ള ഇത്രയാണ്, ഇതൊന്നും ഒരിക്കലും ശരിയായ കാര്യമല്ല. നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.